നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി. പാലക്കാട് വിധിയെഴുതി. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 70.51% പോളിംഗ്. സർവീസ് ഹോം വോട്ടുകൾ കൂടി ചേർത്ത് അന്തിമ കണക്ക് വരുന്നതോടെ പോളിംഗ് ശതമാനത്തിൽ നേരിയ മാറ്റമുണ്ടായേക്കും. പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടെങ്കിലും മൂന്ന് മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. BJP ജയിക്കുമെന്നവകാശപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ LDF 2ാം സ്ഥാനത്തെത്തുമെന്നും പ്രവചിച്ചു. ശക്തമായ ത്രികോണ മത്സരച്ചൂടിന്റെ പ്രതിഫലനമെന്നോണം ആദ്യ മണിക്കൂറുകളിൽ പാലക്കാട്ടെ വോട്ടർമാർ ആവേശകരമായാണ് വോട്ടെടുപ്പിനോട് പ്രതികരിച്ചത്. എന്നാൽ 10 മണിയോടെ പോളിംഗ് മന്ദഗതിയിലായി. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ശക്തിപ്പെട്ടതോടെയാണ് 70.51% എന്ന നിലയിലേക്ക് പോളിംഗ് ഉയർന്നത്. എങ്കിലും 2021 75.27%, 5% കുറവുണ്ട്. 1,94,706 വോട്ടർമാരിൽ 1,37,302 പേരാണ് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയത്. UDF ശക്തി കേന്ദ്രമായ പിരായിരി പഞ്ചായത്തിലെ പോളിംഗിൽ 2021 അപേക്ഷിച്ച് ഏതാണ്ട് 7% കുറവുണ്ടെന്നാണ് പ്രാഥമിക വിവരം. പോളിംഗ് കുറഞ്ഞെങ്കിലും മുന്നണികളുടെ ആത്മവിശ്വാസത്തിൽ തെല്ലും കുറവില്ല. ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ രണ്ടാമതും മൂന്നാമതും എത്തുന്നത് ആര് എന്ന് ജനത്തിന് വിഷയമല്ല. രണ്ടു കൂട്ടരായാലും ഒരു കുഴപ്പമില്ല. ജയിപ്പിക്കേണ്ട ആളെ എന്തിന് ജയിപ്പിക്കണം, എന്തുകൊണ്ട് ജയിപ്പിക്കണമെന്ന് ജനം തീരുമാനിച്ചിട്ടുണ്ട്. അത് ജനം നടപ്പിലാക്കിയിട്ടുണ്ട്. ട്രെൻഡ് വളരെ പോസിറ്റീവാണ്. ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ പോലും വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യാൻ വരുന്നവർ, വോട്ട് ചെയ്തിട്ട് പോകുന്നവർ. അപ്പം ആ ഒരു നമുക്കതൊരു കാണുമ്പോൾ ഒരു കണക്ഷൻ മനസ്സിലാവുമല്ലോ. 180 ബൂത്തുകളിലും ഞങ്ങൾക്ക് സമാന്തര വോട്ടർ പട്ടികയെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളെ സംബന്ധിച്ച്, സാധ്യതയുള്ള വോട്ടുകളെ സംബന്ധിച്ച് അത് പോൾ ചെയ്യിപ്പിക്കലാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം. അതിൽ ഞങ്ങളുടെ പ്രവർത്തകർ വിജയിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയില്ല. പോളിംഗ് പൂർത്തിയായതിന് പിന്നാലെ വിജയം അവകാശപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. വടക്കുംനാഥിന് ശേഷം വിശാലാക്ഷി സമേതനായ വിശ്വനാഥൻ എന്നാണ് കെ സുരേന്ദ്രന്റെ FB പോസ്റ്റ്. BJP ജയം അവകാശപ്പെടുമ്പോൾ തന്നെ LDFനാണ് കെ സുരേന്ദ്രൻ 2ാം സ്ഥാനം പ്രവചിക്കുന്നത്. എന്നാൽ LDF 1ാം സ്ഥാനത്ത് തന്നെ എന്ന് പറയാതെ പറയുകയാണ് കെ സുരേന്ദ്രൻ ചെയ്യുന്നതെന്നാണ് CPIMന്റെ പ്രതികരണം. 3ാം സ്ഥാനത്തേക്ക് UDF എത്തുമെന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ LDFും UDFും തമ്മിലാണ് മത്സരമെന്ന്. BJP 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോ കെ സുരേന്ദ്രൻ BJPയുടെ അധ്യക്ഷൻ പറയാതെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് LDFന് അനുകൂലമാവും എന്നുള്ളതാണ്. സർവീസ് ഹോം വോട്ടുകളുടെ വിവരം കൂടി ചേരുമ്പോൾ അന്തിമ പോളിംഗ് കണക്കിൽ ഇനിയും നേരിയ മാറ്റത്തിന് സാധ്യതയുണ്ട്. 24 പാലക്കാട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ട് ആരോപണം നേരിട്ട BJP ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ് വോട്ട് ചെയ്തില്ല. വോട്ട് ചെയ്യാനെത്തിയാൽ തടയുമെന്ന് LDFും ചലഞ്ച് ചെയ്യുമെന്ന് കോൺഗ്രസും പ്രഖ്യാപിച്ചിരുന്നു. സംഘർഷം ഒഴിവാക്കാനാണ് വോട്ട് ചെയ്യാതിരുന്നത് എന്ന് KM ഹരിദാസ് പ്രതികരിച്ചു. സുൽത്താൻപേട്ടിലെ ബൂത്തിലായിരുന്നു KM ഹരിദാസ് വോട്ട് ചെയ്യേണ്ടിയിരുന്നത്. 4 മണിയോടെ VK ശ്രീകണ്ഠൻ MPയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ബൂത്തിന് സമീപമെത്തി. എന്നാൽ KM ഹരിദാസ് വോട്ട് ചെയ്യാനെത്തിയില്ല. ഇരട്ട വോട്ടിനെതിരായ ജനകീയ സമരം വിജയിച്ചുവെന്ന് VK ശ്രീകണ്ഠൻ MP. നിങ്ങളുടെ ആരോപണം ശരിയായി എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലായിരിക്കുകയാണ്. 2 വോട്ട് ചേർത്ത് വ്യാജമായി ചേർത്ത് പിടികിട്ടാ പുള്ളിയായിട്ട് ജില്ലാ പ്രസിഡന്റ് ഇപ്പം നിൽക്കുകയാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് തൊട്ട ഓഫീസിലിരുന്നിട്ട് ഇങ്ങോട്ട് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള ജനകീയ പ്രതിഷേധം എന്ന് പറയുന്നത്. സംഘർഷം ഒഴിവാക്കാനാണ് വോട്ട് ചെയ്യാൻ എത്താതിരുന്നതെന്ന് BJP ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ്. ആ തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നതുകൊണ്ട്
ഈ നല്ല രീതിയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ആ തരത്തിൽ അതിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതൊരു വാർത്തയാക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഇരട്ട വോട്ടിനെതിരെ UDF നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. 24 പാലക്കാട്. പാലക്കാട് വെണ്ണക്കര ബൂത്തിൽ കയറി വോട്ട് ചോദിച്ചുവെന്നാരോപിച്ച് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടഞ്ഞു. BJP CPIM പ്രവർത്തകരാണ് തടഞ്ഞത്. വാക്കുതർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പോലീസ് ഇടപെട്ടു. വോട്ട് ചോദിച്ചുവെന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാമെന്നും BJPക്കും CPIM-നും പരാജയ ഭീതിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. LDFന്റെ കാൻഡിഡേറ്റ് വന്നപ്പം നമുക്ക് ഒബ്ജക്ഷൻ ഇല്ല, BJPക്ക് ഒബ്ജക്ഷൻ ഇല്ല, LDFന് സ്വാഭാവികമായിട്ട് ഒബ്ജക്ഷൻ ഇല്ല. ഞാൻ വന്നപ്പോൾ BJPയുടെയും LDFന്റെയും പ്രവർത്തകർ സംയുക്തമായി അതിനെ പ്രതിരോധിക്കുകയാണ്. കാൻഡിഡേറ്റ് നിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എല്ലാ കാൻഡിഡേറ്റുകളും പോളിംഗ് ബൂത്തുകളിൽ പോകുന്ന നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ UDFന്റെ കാൻഡിഡേറ്റ്, അതും UDFന്റെ ഒരു ബെൽറ്റിൽ അവിടെ വന്നാണ് പ്രശ്നം. അവിടുത്തെ വോട്ടർമാരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. പക്ഷേ വോട്ടർമാർ പ്രബുദ്ധരായതുകൊണ്ടും അവരിവരുടെ ഇത്തരം വിരട്ടൽ കണ്ടിട്ടൊന്നും പേടിക്കാൻ നിൽക്കാത്തതുകൊണ്ടും അവരെന്ത് ചെയ്തു, അവിടെ ധൈര്യസമയം നിന്ന് വോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. തമിഴ്നാട് രാമേശ്വരത്ത് മേഘവിസ്ഫോടനം. 3 മണിക്കൂറിനിടെ 362 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ഇന്ന് പെയ്തത് 411 മില്ലിമീറ്റർ മഴയാണ്. രാമേശ്വരത്തുണ്ടായത് അതിതീവ്ര വിഭാഗത്തിൽപ്പെട്ട സൂപ്പർ ക്ലൗഡ് ബേസ്ഡ് എന്നാണ് സൂചന. മുഹമ്മദ് റഹീസുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ ആഴ്ച ചെന്നൈയിൽ ഏതാണ്ട് ചെറിയ തോതിൽ മഴ ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് ഇപ്പോൾ ഈ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ മഴ പെയ്യാൻ കാരണമായിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ കനത്ത മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. രാമനാഥപുരം, തിരുവാരൂർ, നാഗപട്ടണം ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം രാമേശ്വരത്ത് ഇന്ന് വൈകിട്ടോടുകൂടിയാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. 3 മണിക്കൂറിനിടെ 362 മില്ലിമീറ്റർ മഴ പെയ്തു. ഇന്ന് ആകെ പെയ്തത് 411 മില്ലിമീറ്റർ മഴയാണ്. കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് ഇത് സൂപ്പർ ക്ലൗഡ് ബസ്റ്റ് ആണ് എന്നാണ്. അതായത് അതിതീവ്ര മഴയുണ്ടാകുന്ന സമയത്ത് മേഘവിസ്ഫോടനത്തെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന സൂപ്പർ ക്ലൗഡ് ബസ്റ്റ് ആണ് ഈ സ്ഥലത്ത് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ പ്രദേശത്താകെ രാവിലെ മുതൽ കനത്ത മഴയാണ് ഉണ്ടായിരുന്നത്. വൈകിട്ടോടു കൂടിയാണ് ഈ സൂപ്പർ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ കുറച്ചു സമയമായി മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നാളെയും ഒക്കെ അതിതീവ്ര മഴയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഈ ബംഗാൾ ഉൾക്കടലിലുണ്ടായ ന്യൂനമർദ്ദം 2 ദിവസത്തിനുള്ളിൽ ശക്തി പ്രാപിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇപ്പറഞ്ഞ 4-5 ജില്ലകളിൽ കനത്ത തോതിൽ മഴയുണ്ടാകും, വലിയ മഴയുണ്ടാകും. അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങളൊക്കെ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ മഴ നിലവിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു കർശനമായ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ വേഗത്തിലാണ്, അപ്രതീക്ഷിതമായാണ് സത്യത്തിൽ ഈ സൂപ്പർ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാകുന്നത്. യെല്ലോ അലേർട്ടാണ് നേരത്തെ ഈ സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ വലിയ മഴ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചെങ്കിലും കനത്ത മഴ പെയ്തിരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി തമിഴ്നാട്ടിലെ കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ട്. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, രാമേശ്വരത്താണ് കനത്ത മഴ പെയ്തത്. മറ്റൊരു വാർത്തയിലേക്ക്. CBSE പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. 10-12 ക്ലാസുകളിലെ പരീക്ഷകൾ ഫെബ്രുവരി 15-നാണ് ആരംഭിക്കുക. വിശദാംശങ്ങളുമായി അച്യുതൻ ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എങ്ങനെയാണ് പരീക്ഷാ തീയതികൾ? ഉന്മേഷ്, CBSEയുടെ 10-12 ക്ലാസ്സിലെ പരീക്ഷകൾ ഫെബ്രുവരി 15-നാണ് ആരംഭിക്കുക. ആ ഒരു പ്രഖ്യാപനം CBSE ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 18-ന് അവസാനിക്കും. 12ാം ക്ലാസ് പരീക്ഷ ഏപ്രിൽ 4-നായിരിക്കും അവസാനിക്കുക. പരീക്ഷയുടെ പൂർണ്ണ വിവരങ്ങൾ CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അതായത് ടൈം ടേബിൾ സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിലവിൽ 15-ാം തീയതി ഫെബ്രുവരി 15-ന് 10-12 ക്ലാസുകളിലെ പരീക്ഷ ആരംഭിക്കും. ഉന്മേഷ്, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 24 റൗണ്ടപ്പിലേക്ക് തിരികെ. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും BJP സഖ്യം അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ. മഹാരാഷ്ട്രയിൽ 195 സീറ്റുകൾ വരെ BJP സഖ്യം നേടും എന്നാണ് പ്രവചനം. മഹാരാഷ്ട്രയിൽ ഇലക്ട്രൽ എഡ്ജും ജാർഖണ്ഡിൽ ആക്സിസ് മൈ ഇന്ത്യയും ഇന്ത്യ സഖ്യത്തിന് അധികാരം പ്രവചിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളും പ്രവചിക്കുന്നത്. 145 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷം. P-Mark 137 മുതൽ 157 സീറ്റുകളും, മാട്രീസ് 150 മുതൽ 170 വരെ സീറ്റുകളും, പീപ്പിൾസ് പൾസ് 175 മുതൽ 195 വരെ സീറ്റുകളും, ചാണക്യ സ്ട്രാറ്റജീസ് 152 മുതൽ 160 വരെ സീറ്റുകളും മഹായുതി സഖ്യത്തിന് പ്രവചിക്കുന്നു. ദൈനിക് ഭാസ്കർ 135 മുതൽ 150 സീറ്റുകളും, ഇലക്ട്രൽ എഡ്ജ് 150 സീറ്റുകളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡി നേടുമെന്ന് പറയുന്നു.
24 പോൾ ഓഫ് പോൾസ് പ്രകാരം ബി.ജെ.പി. നേതൃത്വത്തിലുള്ള മഹായുതിക്ക് 153 സീറ്റും മഹാവികാസ് അഘാഡിക്ക് 126 സീറ്റും മറ്റുള്ളവർക്ക് 9 സീറ്റുകളും ലഭിക്കും. ഝാർഖണ്ഡിൽ 41 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷം. പി-മാർക്ക് 31 മുതൽ 40 സീറ്റുകളും ആക്സിസ് മൈ ഇന്ത്യ 53 സീറ്റുകളുമാണ് ഇന്ത്യ സഖ്യത്തിന് പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസ് 44 മുതൽ 53 സീറ്റുകളും ജെ.വി.സി 40 മുതൽ 44 സീറ്റുകളും മാട്രിക്സ് 42 മുതൽ 47 സീറ്റുകളും എൻ.ഡി.എ സഖ്യം നേടുമെന്നും പ്രവചിക്കുന്നു. 24 പോൾ ഓഫ് പോൾസ് പ്രകാരം എൻ.ഡി.എക്ക് 40 സീറ്റും ഇന്ത്യ മുന്നണിക്ക് 38ഉം മറ്റുള്ളവർക്ക് 3 സീറ്റുകളുമാണ് കണക്കാക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. മഹാരാഷ്ട്രയിൽ മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റി പോളിംഗ് ശതമാനം കുറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ 3% കുറഞ്ഞ് 59.30% വിദർഭ മേഖലയിൽ ഭേദപ്പെട്ട പോളിംഗ് നടന്നതിൽ കോൺഗ്രസ് ഇപ്പോൾ ആശ്വസിക്കുന്നുണ്ട്. പ്രചാരണ കാലത്ത് കണ്ട ആവേശം പോളിംഗ് ദിനത്തിൽ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. പോളിംഗ് ശതമാനത്തിൽ പുതിയ റെക്കോർഡ് പിറക്കുമെന്ന് കരുതിയിടത്ത് കഴിഞ്ഞ തവണത്തെ ശതമാനം പോലും കടക്കാനായില്ല. മുംബൈയിൽ പകുതി വോട്ടർമാർ മാത്രമാണ് പതിവ് പോലെ പോളിംഗ് ബൂത്തിലെത്തിയത്. ഗ്രാമമേഖലകളിൽ പിന്നെയും ഭേദമായിരുന്നു. രാഷ്ട്രീയ നേതാക്കളെല്ലാം രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി. RSS തലവൻ മോഹൻ ഭഗവത്, BJP നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ്, NCP നേതാവ് അജിത് പവാർ തുടങ്ങിയവർ ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മുംബൈയിലായിരുന്നു ബോളിവുഡ് താരങ്ങളുടെ വോട്ട്. ഷാറൂഖ് ഖാൻ കുടുംബസമേതമാണ് ബാന്ദ്രയിലെ മൗണ്ട് മേരി സ്കൂളിലെത്തിയത്. സച്ചിൻ ടെണ്ടുൽക്കറും കുടുംബസമേതം രാവിലെ തന്നെ വോട്ട് ചെയ്തു. ചിലയിടത്ത് പോളിംഗ് മെഷീൻ പണിമുടക്കിയതല്ലാതെ കാര്യമായ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. NCP ശരത് പവാർ വിഭാഗം നേതാവ് നിതേഷ് കരാലെ തന്നെ BJP പ്രവർത്തകർ അധിക്ഷേപിച്ചെന്ന ആരോപണം ഉന്നയിച്ചു. 24 മുംബൈ. ജാർഖണ്ഡിൽ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ 67.70% പോളിംഗ് രേഖപ്പെടുത്തിയത്. 38 മണ്ഡലങ്ങളാണ് ഇത്തവണ ജനവിധി തേടിയത്. ഭൂരിഭാഗം സർവേകളും ഇന്ത്യയ്ക്ക് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തെ പോലെ സമാധാനപരമായിരുന്നു ജാർഖണ്ഡിലെ രണ്ടാം ഘട്ടവും. 31 ബൂത്തുകളിലെ വോട്ടെടുപ്പ് വൈകിട്ട് 4 മണിയോടെ പൂർത്തിയായി. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ, മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി എന്നിവർ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടി. ഭേദപ്പെട്ട പോളിംഗാണ് രണ്ടാം ഘട്ടത്തിലും രേഖപ്പെടുത്തിയത്. സംസ്ഥാന ഭരണം നിലനിർത്താൻ ഇന്ത്യ മുന്നണി ശ്രമിക്കുമ്പോൾ കളം നിറഞ്ഞുള്ള പ്രചാരണമാണ് BJP കാഴ്ചവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി റാലികളിൽ പങ്കെടുത്തു. BJPയെ പ്രതിരോധിക്കാൻ ഹേമന്ത് സോറനും കൽപ്പന സോറനും രാപ്പകൽ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ഇന്ത്യ മുന്നണിയിലെ മുതിർന്ന നേതാക്കളുടെ പ്രചാരണ രംഗത്തെ അസാന്നിധ്യം സംസ്ഥാനത്ത് ചർച്ചയായി. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം, മുസ്ലിം സംവരണ വിഷയം, ഏകീകൃത സിവിൽ കോഡ്, മണിപ്പൂർ സംഘർഷം എന്നിവയായിരുന്നു പ്രചാരണ രംഗത്തെ ചൂടുപിടിപ്പിച്ചത്. 28 ആദിവാസി സംവരണ മണ്ഡലങ്ങൾ ഇരു മുന്നണികൾക്കും നിർണായകം. എക്സിറ്റ് പോൾ സർവേകളിൽ ഭൂരിഭാഗവും NDA ജാർഖണ്ഡിൽ അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നു. ആക്സിസ് മൈ ഇന്ത്യ 53 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്ന പ്രവചനം നടത്തി. 24 ഡൽഹി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനം കോഴ ആരോപണങ്ങളിൽ പോരടിച്ച് ഭരണ പ്രതിപക്ഷ മുന്നണികൾ. BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവളിയിൽ നിന്ന് പണം പിടിച്ച സംഭവം ഉന്നയിച്ച് പ്രതിപക്ഷവും. സുപ്രിയ സുലെ, നാനാ പട്ടോളെ എന്നിവർക്കെതിരെയുള്ള സാമ്പത്തിക തട്ടിപ്പാരോപണം ചൂണ്ടിക്കാട്ടി ഭരണപക്ഷവും ഇന്ന് പോരടിക്കുന്നത് കണ്ടു. മുംബൈക്കടുത്ത് വീരാറിലെ ഒരു ഹോട്ടലിൽ വെച്ച് പണവുമായി ദേശീയ ജനറൽ സെക്രട്ടറിയെ പിടികൂടിയ സംഭവം BJPക്ക് കനത്ത നാണക്കേടാണ്. തന്നെ കൊടുക്കാൻ ബഹുജൻ വികാസ് അഘാഡി എന്ന പാർട്ടി നടത്തിയ നാടകമെന്നാണ് വിനോദ് താവ്ഡെ ഇന്നും പ്രതിരോധിക്കുന്നത്. വോട്ടർമാർക്ക് പണം നൽകാൻ താൻ മണ്ടനല്ലെന്നും പറയുന്നു. എന്നാൽ വിവാദം വോട്ടർമാർക്കിടയിൽ എങ്ങനെ സ്വാധീനിക്കുമെന്ന ആശങ്ക NCP നേതാവ് അജിത് പവാർ മറച്ചുവെച്ചില്ല. വോട്ടിന് കോഴ ആരോപണം പ്രതിസന്ധിയിലാക്കിയതിന് പിന്നാലെ രാത്രിയോടെയാണ് BJP പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വാർത്താ സമ്മേളനം വിളിച്ച് ആരോപണം ഉന്നയിച്ചത്. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസുകളിലൊന്നിൽ NCP ശരത് പവാർ വിഭാഗം നേതാവ് സുപ്രിയ സുലെയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളയ്ക്കും പങ്കുണ്ടെന്നായിരുന്നു ആരോപണം. ഇരുവരുടെയും എന്ന് തോന്നുന്ന ഓഡിയോ സന്ദേശവും പുറത്തുവിട്ടു. എന്നാൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഓഡിയോ എന്ന് ആർക്കും മനസ്സിലാവുമെന്ന് നാനാ പട്ടോളെ ഇന്ന് പറഞ്ഞു. ആരോപണവും ശബ്ദ സന്ദേശവും അപ്പാടെ വ്യാജമെന്ന് പറഞ്ഞ സുപ്രിയ സുലെ രാത്രി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സൈബർ ക്രൈം വിഭാഗത്തെയും സമീപിച്ചു. ആരോപണം ഗുരുതരമാണെന്നും അന്വേഷണം വേണമെന്നും BJP നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഇന്ന് ആവശ്യപ്പെട്ടു. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24 റൗണ്ടപ്പിലേക്ക് തിരികെ. പാലക്കാട് UDFന് ജയം ഉറപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗിൽ വർധനയുണ്ടായിട്ടുണ്ട്. UDF 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നത് K സുരേന്ദ്രന്റെ ആഗ്രഹം മാത്രമെന്നും 10,000-ലേറെ വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനേക്കാൾ കൂടുതൽ പോളിംഗ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ UDF സ്ഥാനാർത്ഥി 10,000-ലധികം വോട്ടിന് ജയിക്കും എന്നാണ് ഞങ്ങളുടെ കണക്ക്. അത് ഞങ്ങളുടെ കേന്ദ്രങ്ങളിലെല്ലാം നന്നായി പോളിംഗ് നടന്നിട്ടുണ്ട്. എല്ലാ വോട്ടർമാരെയും കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷന് ചെയ്യാത്ത വോട്ടർമാരെ കൂടി കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 5,500 വോട്ടുകൾ കൂടുതൽ ചേർത്തിട്ടുണ്ട്. ആ വോട്ടർമാരെ കൊണ്ട് കൂടി ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഒരേപോലെ കൂടിയേക്കണമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമികമായ. ഇനി നഗരത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത വർക്ക് ഞങ്ങൾ നഗരത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ BJPയുടെ ഒരു 12 ബൂത്തുകളുണ്ടായിരുന്നു, ആരും പോവാറില്ല അങ്ങോട്ട്. ഞങ്ങൾ നിർബന്ധമായി അവിടെ പോയി ഞങ്ങൾ 4 സ്ക്വാഡ് അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കുമെന്ന് പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞാൽ. പക്ഷെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ വിസ്മയിപ്പിച്ച സ്വാഗതമാണ് ഞങ്ങളുടെ സ്ക്വാഡിന് അവിടെ കിട്ടിയത്. മതാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ K. ഗോപാലകൃഷ്ണൻ IAS-നെതിരെ കേസെടുക്കാം എന്ന നിയമോപദേശം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാം. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, സർക്കാരിന് വലിയ തലവേദന ഉണ്ടാക്കിയ IAS ഉദ്യോഗസ്ഥരുടെ മതാടിസ്ഥാനത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് സംഭവത്തിൽ K. ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കുന്നത് പോലീസ് താൽക്കാലികമായി തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിലപാട്. ശേഷം ഈ വിഷയത്തിൽ പോലീസ് നിയമോപദേശവും തേടിയിരുന്നു. ഇപ്പോൾ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖാന്തരം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ നിയമോപദേശത്തിൽ കേസെടുക്കാം എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. മതപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ ഗ്രൂപ്പ് തുടങ്ങിയതിൽ കേസെടുക്കാം എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. എന്നാൽ രേഖകൾ മുഴുവൻ പരിശോധിക്കാതെയുള്ള നിയമോപദേശമാണിതെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് വീണ്ടും പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. DGPയുടെ നിയമോപദേശം കൂടി ലഭിച്ച ശേഷമായിരിക്കും പോലീസ് കേസെടുക്കുന്ന നടപടികളിലേക്ക് കടന്നത്. നേരത്തെ വ്യാജ പരാതി, അതായത് ഈ തന്റെ ഫോൺ ഹാക്ക് ചെയ്ത ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നുള്ളതായിരുന്നു K. ഗോപാലകൃഷ്ണ മൊഴിയും പരാതിയും. ആ പരാതി ഉൾപ്പെടെ വ്യാജമാണ് എന്നുള്ള കാര്യം വാട്സ്ആപ്പ് മെറ്റയിൽ നിന്നും ലഭിച്ച മറുപടിയിൽ നിന്നും ഫോറൻസിക് പരിശോധനയിൽ നിന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഇക്കാര്യത്തിൽ K. ഗോപാലകൃഷ്ണനെതിരെ വ്യാജ പരാതി ചമച്ചതിൽ കേസെടുക്കാം എന്നുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് പോയെങ്കിലും നിയമോപദേശം വരട്ടെ എന്നുള്ളത് കാത്തിരിപ്പിലായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ കൂടി നിയമോപദേശം ലഭിച്ച ശേഷമായിരിക്കും പോലീസ് കേസെടുക്കുക. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ടെ വോട്ടെടുപ്പ് ദിനത്തിലും ചർച്ചയായി LDF-ന്റെ വിവാദ പത്രപരസ്യം. പത്രത്തിൽ ആര് പരസ്യം തന്നാലും സ്വീകരിക്കുമെന്ന് സുന്നി EK വിഭാഗവും നിലപാട് പത്രം നിവർത്തിയാൽ മനസ്സിലാകുമെന്ന് സുന്നി AP വിഭാഗവും വ്യക്തമാക്കി. പരസ്യത്തെ എതിർത്ത് പ്രതിപക്ഷ നേതാക്കൾ ഇന്നും രംഗത്തെത്തിയെങ്കിലും നടപടിയിൽ തെറ്റില്ല എന്നായിരുന്നു CPIM-ന്റെ നിലപാട്. വോട്ടെടുപ്പ് തലേന്ന് നേതാക്കളുടെ വാക്പോരിനും വലിയ ചർച്ചയ്ക്കുമാണ് LDF-ന്റെ പത്രപരസ്യം വഴിയൊരുക്കിയത്. മുഖപത്രമായ സുപ്രഭാതത്തിലെ പരസ്യവുമായി ബന്ധമില്ലെന്നായിരുന്നു സമസ്തയുടെ വിശദീകരണം. പത്രത്തിൽ ആര് പരസ്യം നൽകിയാലും സ്വീകരിക്കുമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. പത്രത്തിൽ വേണ്ട പരസ്യത്തെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പത്രത്തിൽ ആര് പരസ്യം കൊടുത്താലും നമ്മളും സ്വീകരിക്കുമല്ലോ. മുഖപത്രമായ സിറാജിൽ പരസ്യം വന്നതിൽ വ്യക്തത വരുത്തേണ്ടത് മാനേജ്മെന്റെന്ന് AP സുന്നി നേതാവ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി. ഞങ്ങളുടെ പത്രം നിവർത്തി വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാകും അങ്ങനെ പറയേണ്ടതുണ്ടോ. പരസ്യം കൊടുത്ത എല്ലാവരുടെയും പരസ്യം പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. പിന്നെ അതിൽ കോണ്ടന്റിനെ കുറിച്ചും അതിന്റെ താല്പര്യത്തെക്കുറിച്ചും പരസ്യം കൊടുത്തവരാണ് പറയേണ്ടത്. BJPക്ക് വേണ്ടിയാണ് LDF പത്രപരസ്യമെന്ന ആരോപണം UDF ആവർത്തിക്കുന്നു. പരസ്യം നൽകിയവർക്ക് വേണ്ടിയായിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നിക്കാണുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇടതുപക്ഷം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്ന് നേതാക്കൾ. ന്യൂനപക്ഷ വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു കിട്ടിയാൽ BJP ജയിച്ചോളും, BJPക്ക് അത് ഗുണം ചെയ്യും എന്ന ഒറ്റ കണക്ക് കൂട്ടലിലാണ് ആ പരസ്യം കൊടുത്തിരിക്കുന്നത്. അവിടെ BJPക്കാണ് ഗുണം ചെയ്യുക. അത് അറിയാത്തവരൊന്നും അല്ലല്ലോ ഇടതുപക്ഷക്കാർ. ഒരിക്കലും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്നലെ പരസ്യത്തിലൂടെ ചെയ്തത്. പക്ഷേ നാളെയും ഇവിടെ മതസൗഹാർദ്ദം വേണ്ടേ കേരളത്തിൽ? അതിൻ്റെ കടക്കൽ കത്തിവയ്ക്കുന്ന പ്രസ്താവനയാണ് ഇടതുപക്ഷ മുന്നണി എന്നുള്ള പേരിൽ ഈ 2 പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത്. എന്നാൽ പരസ്യം നൽകിയതിൽ തെറ്റുപറ്റിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPIM. ഇത് സാങ്കേതിക പ്രശ്നമല്ലേ? ഇത് തെരഞ്ഞെടുപ്പിനെ ഒരു രൂപത്തിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നില്ല. ആ പരസ്യത്തിന്റെ ഉള്ളടക്കം തെറ്റായിരുന്നോ? എന്നാൽ ഇത് സന്ദീപ് വാര്യർ പറയണം. പരസ്യം തിരിച്ചടിയാകില്ലെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ പറഞ്ഞു. പത്രപരസ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് UDF വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പത്രപരസ്യം രാഷ്ട്രീയ ചർച്ചയാകുമെന്ന് ഉറപ്പ്. ന്യൂസ് ഡെസ്ക് 24.
സുപ്രഭാതം പത്രത്തിലെ വിവാദ പരസ്യത്തിൽ വീഴ്ച സംബന്ധിച്ച് മാനേജ്മെന്റ് പരസ്യം നൽകിയതിൽ ജാഗ്രത കുറവുണ്ടായി. കുറ്റക്കാർക്കെതിരെ ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്നും സുപ്രഭാതം മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട അറിയിച്ചു. വിവാദ പത്രപരസ്യം സുപ്രഭാതത്തിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമെന്ന് പത്രത്തിന്റെ വൈസ് ചെയർമാനും ഗൾഫ് എഡിഷൻ ചെയർമാനുമായ സൈനുൽ ആബ്ദീൻ പറഞ്ഞു. സത്യത്തിൽ അത് സുപ്രഭാതത്തിന്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെയാണ്. സന്ദീപ് വാര്യരുടെ ചേഞ്ച് മാറ്റം എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല? സത്യത്തിൽ ഇപ്പോൾ കൺവെർട്ട് ചെയ്യുന്നു ധാരാളം ആളുകൾ. നമ്മൾ എല്ലാ മതങ്ങളും പരസ്പരം സ്വീകരിക്കുന്നു. അതുപോലെ നല്ലതിലേക്കുള്ള ഒരു ചേഞ്ചിനെ ഉൾക്കൊള്ളാതെ ഇന്നലെ കൊടുത്ത ആ വാർത്ത, ആ അഡ്വർടൈസ്മെൻറ്റ് ആക്ച്വലി BJPക്ക് ഗുണകരമായി തീർന്നതെന്നാണ് എല്ലാ തരത്തിലുള്ള വിലയിരുത്തലും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയാതെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യമന്ത്രി ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനാണെന്നും മറുപടി പറയാൻ താനില്ലെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി BJPക്ക് വേണ്ടി സംസാരിക്കുകയാണെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറുപടിയില്ല. വർഗീയതയെ കൂട്ടുപിടിക്കുന്ന നിലപാടുണ്ടാകരുതെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുഖ്യമന്ത്രിക്ക് ഞാൻ മറുപടി, അദ്ദേഹം ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനല്ലേ, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം, അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. സോറി. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും വർഗീയത ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കേരളത്തിലെ ആ പാരമ്പര്യത്തിന് ചേർന്നതല്ല എന്നൊക്കെ പറയാനുള്ളത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലീഗ് അധ്യക്ഷനായ ശേഷം ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും സന്ധി ചെയ്യുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയുമായി CPIM മുംബൈ സഹകരിച്ചിട്ടുണ്ടെന്ന് ലീഗിന്റെ മറുപടി. മുഖ്യമന്ത്രിയുടെ വിമർശനം വോട്ടർമാർക്കിടയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കി BJPയെ സഹായിക്കാനെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന പരസ്യം കൊടുക്കണു, വർത്തമാനം പറയുന്നു, സാമുദായിക ചേരിതിരിവുണ്ടാക്കുന്നു. ഇതൊക്കെ BJPക്ക് വേണ്ടി കലക്കുക. ഇവിടെ തൃശ്ശൂരിൽ പൂരം കലക്കി ജയിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു കലക്കുണ്ടാക്കി BJPയെ ജയിപ്പിക്കാൻ നോക്കുകയാണ്. ലീഗ് മുഖപത്രമായ ചന്ദ്രികയും രൂക്ഷമായ ഭാഷയിലാണ് പിണറായി വിജയനെ വിമർശിച്ചത്. CPIM വർഗീയതയുടെ കാളിയന്മാരായി എന്ന തലക്കെട്ടിലെ മുഖപ്രസംഗത്തിലാണ് വിമർശനം. സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന വർഗീയതയാണ് CPIM പുറത്തെടുക്കുന്നത്. ഇന്നലത്തെ പത്രപരസ്യങ്ങൾ ഒടുവിലത്തെ ഉദാഹരണമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയെ പിന്തുണച്ച് ഇന്നും CPIM നേതാക്കൾ രംഗത്ത് വന്നു. പാണക്കാട് സാദിഖ് അലി തങ്ങളെയല്ല മുസ്ലിം ലീഗ് അധ്യക്ഷനെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചതെന്ന് NN കൃഷ്ണദാസ്. അദ്ദേഹത്തെ ആർക്കും വിമർശിക്കാൻ പാടില്ല എന്നതാണ് ലീഗുകാരുടെ അഭിപ്രായമെങ്കിൽ അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിക്കോട്ടെ. ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ആരും വിമർശിക്കാൻ പാടില്ല, അത് ചെയ്താൽ വലിയ കുറ്റാവും എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. സാദിഖ് അലി തങ്ങൾക്കെതിരായ വിമർശനം മുഖ്യമന്ത്രി തുടരുകയാണെങ്കിൽ ശക്തമായ മറുപടി പറയാനാണ് ലീഗിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് 24. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ സന്ദീപ് വാര്യർ മലപ്പുറം കിഴിശ്ശേരിയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. ആത്മീയ സംഘടനയുടെ പ്രകാശ ഗോപുരം എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദീപ് വാര്യർ വിശേഷിപ്പിച്ചത്. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ സന്ദീപ് വാര്യരെ വിമർശിച്ച LDF പരസ്യം പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് പാലക്കാട്ടെ വോട്ടെടുപ്പ് ദിനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായുള്ള കൂടിക്കാഴ്ച. ഭരണഘടനയുടെ കയ്യെഴുത്ത് പതിപ്പ് ജിഫ്രി തങ്ങൾക്ക് കൈമാറി. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് അമൂല്യമായിട്ടുള്ള സമസ്ത ആത്മീയ രംഗത്തെ സൂര്യ തേജസ് എന്ന സന്ദീപ് വാര്യർ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആത്മീയ സംഘടനയുടെ പ്രകാശഗോപുരവും. നമ്മുടെ സാമുദായിക വിദ്യാഭ്യാസ രംഗത്ത്, ഇവിടുത്തെ മതപരമായ രംഗത്ത്, ആത്മീയ രംഗത്തൊക്കെ ഒരു സൂര്യ തേജസ്സായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സമസ്ത. ആ സമസ്തയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത ശ്രേഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ആദരവാണുള്ളത്. രാജ്യത്ത് നന്മ ചെയ്യുന്ന എല്ലാവരെയും സ്വീകരിക്കുമെന്നായിരുന്നു കൂടിക്കാഴ്ചയിൽ സമസ്ത അധ്യക്ഷന്റെ പ്രതികരണം. അപ്പം മതസൗഹാർദ്ദം ഇവിടെ ഊട്ടി ഉറപ്പിക്കാൻ ആവശ്യമാവുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കാതെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരും ഒരു നന്മ എന്നുള്ളത് ചെയ്യണം എല്ലാവരോടും ഞാൻ പറഞ്ഞു. വോട്ടെടുപ്പ് ദിവസത്തെ കൂടിക്കാഴ്ചയെ വിമർശിച്ച CPIM രംഗത്തെത്തി. ലക്ഷ്യം സൗഹൃദ സന്ദർശനമെങ്കിൽ മറ്റൊരു ദിവസം തെരഞ്ഞെടുക്കാമായിരുന്നല്ലോ എന്ന മന്ത്രി MB രാജേഷ്. പോളിംഗിന് മുമ്പ് അതിരാവിലെ തന്നെ ഇവിടെ എത്തിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഷാഫി പറമ്പിലും VD സതീശനും UDF നേതാക്കളാകുകയും വിശദീകരിക്കട്ടെ. ഇന്നലെ വരെ പോയില്ലല്ലോ.
ഇനി വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാളെ പോകാം, സൗഹൃദ സന്ദർശനം ആണ് ഉദ്ദേശിക്കുന്നത്, അല്ല അദ്ദേഹത്തെ പരിചയപ്പെടാനാണ് എങ്കിൽ. സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനം മുഖ്യമന്ത്രിയും LDFും വിവാദമാക്കിയെങ്കിലും രാഷ്ട്രീയമായി ഗുണം ചെയ്തു എന്ന വിലയിരുത്തലാണ് UDFിൻ്റേത്. ഇതിന് പിന്നാലെയാണ് സമസ്ത അധ്യക്ഷനുമായുള്ള സന്ദീപ് വാര്യരുടെ കൂടിക്കാഴ്ച. 24 മലപ്പുറം. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു വിചാരണ നേരിടണമെന്നും 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും സുപ്രീംകോടതി വിധി. വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് ആന്റണി രാജു പ്രതികരിച്ചു. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ച കേസിൽ തുടർ നടപടികൾക്കാണ് സുപ്രീംകോടതി ഉത്തരവിട്ടത്. കേസിൽ പ്രതികൾ വിചാരണ നേരിടണം, 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും വിധിയിൽ പറയുന്നു. ഹൈക്കോടതി നടപടികളിൽ തെറ്റില്ലെന്ന് നിരീക്ഷിച്ച കോടതി പ്രതികളുടെ അടുത്ത മാസം 20-ന് വിചാരണ കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു. ജസ്റ്റിസ് CT രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. സുപ്രീംകോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നും അന്തിമ വിധി തനിക്ക് അനുകൂലമായിരിക്കുമെന്നായിരുന്നു ആന്റണി രാജുവിന്റെ പ്രതികരണം. എനിക്ക് ഈ വിധിയെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. അന്തിമ വിജയം എനിക്ക് തന്നെയായിരിക്കും. ഈ കേസിൽ പലരും പ്രതീക്ഷിച്ചിരുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി CBI എൻക്വയറി ഉത്തരവിടും എന്നുള്ളതാണ് ചിലരൊക്കെ ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും അതുണ്ടായിട്ടില്ല. പിന്നെ വിചാരണ നേരിടുക എന്ന് പറഞ്ഞാൽ വിചാരണയുടെ ഓരോ ഘട്ടങ്ങളുണ്ട്, അത് വരട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകും. ആന്റണി രാജുവിനെതിരെ തെളിവില്ലെന്നും തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ വിധിയാണെന്നും ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ ദീപക് പ്രകാശ്. ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന ഒരു തെളിവും ഒരു പ്രതി പോലും, ഒരു സാക്ഷി പോലും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ ആരുമായിട്ട് ഗൂഢാലോചന നടത്തിയെന്നോ അദ്ദേഹത്തിന് എന്താണ് ഗുണം കിട്ടിയെന്നോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ച കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം നടത്താമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചത്. 24 ഡൽഹി. സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായി മുൻ MLA അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി 24നോട്. കൊട്ടാരക്കരയിൽ നിന്ന് 3 തവണയാണ് P. ഐഷ പോറ്റി നിയമസഭാംഗമായത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതെന്നും P. ഐഷ പോറ്റി പറഞ്ഞു. മുൻ MLAയും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷററുമായ അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി സജീവ രാഷ്ട്രീയം വിട്ടു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഒഴിവാകുന്നതെന്നും ഓടി നടക്കാൻ പറ്റുന്നവർ പാർട്ടിയിലേക്ക് വരട്ടെ എന്നും ഐഷ പോറ്റി 24നോട്. ഞാൻ കുറെ 1.5 വർഷമായിട്ട് തന്നെ ഇതിലെല്ലാം ഒത്തിരി ഹെൽത്ത് പ്രോബ്ലം വന്നതാണ്. കാലിലൊരു സ്ലിപ്പ് ചെയ്ത ആ ഇലക്ഷൻ ടൈമില് ഇപ്പോഴാണ് കുറച്ചൊന്ന് കാൽഭാഗമൊക്കെ നന്നായി ചവിട്ടി നടക്കാറായത്. അപ്പൊ അതുകൊണ്ട് ഞാൻ 1.5 വർഷം മുമ്പേ തന്നെ പ്രയാസമായതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിങ്ങനെ ഓടി എത്താൻ പറ്റുന്നില്ല എല്ലായിടത്തും. അവധി ചോദിച്ചു ആദ്യം, പക്ഷേ ഇതങ്ങോട്ട് നല്ലോണം നേരെ ആവാത്തതുകൊണ്ട് മാറ്റിയിട്ട് വേറെ ആരെങ്കിലും എടുക്കാൻ പറഞ്ഞു കത്ത് ഇത് വാട്സാപ്പിന് മെസ്സേജ് കൊടുത്തായിരുന്നു. 3 തവണ കൊട്ടാരക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഐഷ പോറ്റി പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലെന്ന് കാട്ടി CPIM കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഏരിയ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്ന ഐഷ പോറ്റി ഏറെ നാളായി നേതൃത്വവുമായി അകൽച്ചയിലാണ്. സമ്മേളനത്തിന്റെ 2ാം ദിവസമെങ്കിലും ഐഷ പോറ്റി എത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും പങ്കെടുത്തില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി അവഗണിക്കുന്നുവെന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു. പദവികളിലേക്ക് പരിഗണിക്കാതിരുന്നത് മാത്രമല്ല, മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതും അകൽച്ചയ്ക്ക് കാരണമായി. 24 കൊല്ലം. തൃശൂർ പൂമറയിൽ സർഫാസി നിയമപ്രകാരം കുടുംബത്തെ കുടിയൊഴിപ്പിക്കാൻ ശ്രമം. കുടുംബം ആത്മഹത്യാ ഭീഷണി മുഴക്കിയതോടെ ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. പരേതനായ തോമസ് TJയുടെ ഭാര്യയും മക്കളുമാണ് കേരള ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തി ഭീഷണി നേരിടുന്നത്. പലിശക്കാർക്ക് പണം മടക്കി നൽകുന്നതിനും മറ്റുമായാണ് പരേതനായ തോമസ് TJ 2014 14 ലക്ഷം രൂപ വടക്കാഞ്ചേരി കേരള ബാങ്ക് ശാഖയിൽ നിന്നും വായ്പ എടുത്തത്. എന്നാൽ കടമിരട്ടിച്ചതല്ലാതെ പ്രതിസന്ധികൾക്ക് പരിഹാരമായില്ല. ഇതിനിടയിൽ തോമസ് മരിച്ചു. ബാങ്ക് വായ്പയുടെ ബാധ്യത മാത്രം 44 ലക്ഷമായി. തോമസ് പണം വാങ്ങിയ പലിശക്കാരുടെ ബാധ്യതകൾക്കൊപ്പം വായ്പാ തിരിച്ചടവ് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കുടുംബത്തിനായില്ല. തിരിച്ചടവ് മുടങ്ങിയതോടെ സർഫാസി നിയമം ഉപയോഗിച്ച് ബാങ്ക് ജപ്തി നടപടികൾ തുടങ്ങി. ഇന്ന് കോടതി ഉത്തരവ് പ്രകാരമെത്തിയ കേരള ബാങ്ക് ഉദ്യോഗസ്ഥരും അഡ്വക്കേറ്റ് കമ്മീഷണറും ചേർന്ന വീട് ജപ്തി ചെയ്യാനായിരുന്നു നീക്കം. എന്നാൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി കുടുംബം വീടിനകത്ത് വാതിലടച്ചിരുന്നതോടെ സംഘം ജപ്തിയിൽ നിന്ന് പിന്മാറി. ഉത്തരവ് നടപ്പിലാക്കാൻ സാധിച്ചില്ലെന്ന വിവരം 23-ന് കോടതിയെ ധരിപ്പിക്കും. അപ്പോൾ ജപ്തിയായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെ നിർബന്ധമായിട്ട് ഒഴിപ്പിക്കാനായിട്ട് ആണ് അവർ വന്നിട്ടുള്ളത്. സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞു. അവർ വന്നിട്ടുണ്ട്. ഇനി 23-ന് പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. തൽക്കാലം മടങ്ങിപ്പോയിട്ടുണ്ട്. 35 ലക്ഷം രൂപ തിരിച്ചടച്ചാൽ ജപ്തി ഒഴിവാക്കാമെന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത്രയും വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്ന നിസ്സഹായാവസ്ഥയിലാണ് കുടുംബം. 24 തൃശൂർ. ആലപ്പുഴ കരൂരിൽ വിജയലക്ഷ്മിയെ പ്രതി ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി. വിജയലക്ഷ്മിയുടെ തലയിൽ വെട്ടുകത്തിക്കൊണ്ട് 13-ലേറെ തവണ വെട്ടി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണമായത് എന്നാണ് നിഗമനം.
അമ്പലപ്പുഴ കരൂരിൽ വിജയലക്ഷ്മിയെ പ്രതിയായ ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ വിജയലക്ഷ്മിയുടെ തല കട്ടിലിൽ പിടിച്ചിടിച്ച ജയചന്ദ്രൻ തുണി ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കാനും ശ്രമിച്ചു. വിജയലക്ഷ്മി അബോധാവസ്ഥയിലായതോടെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിയെന്നാണ് ജയചന്ദ്രന്റെ മൊഴി. വിജയലക്ഷ്മിയുടെ തലയിൽ മാത്രം 13-ലധികം തവണ ജയചന്ദ്രൻ തുടർച്ചയായി വെട്ടി. തലയുടെ പിൻഭാഗത്ത് മാത്രം 7-ലധികം ആഴത്തിലുള്ള മുറിവുകളുണ്ട്. തലയ്ക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതിയായ ജയചന്ദ്രനെ കരുനാഗപ്പള്ളി SCP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ CI ബിജു, SIമാരായ ഷമീർ, കണ്ണൻ, ഷാജിമോൻ, വേണുഗോപാൽ, ജോയി, SCPO ഹാഷിം, രാജീവ്, SI അനിത, ASI ബിന്ദു, CPO നൌഫൽജാൻ എന്നിവരുടെ സംഘമാണ് ഇതുവരെ കേസിൽ അന്വേഷണം നടത്തിയത്. കേസ് ഇന്ന് കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴ പോലീസിന് കൈമാറും. കൊലപാതകം നടന്നത് അമ്പലപ്പുഴയിലായതിനാൽ തുടർന്നുള്ള അന്വേഷണം അമ്പലപ്പുഴ പോലീസാണ് നടത്തുക. അതേസമയം കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ മൃതദേഹം നാളെ സംസ്കരിക്കും. കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ജയചന്ദ്രനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് തീരുമാനം. അരുൺ രാജ്, 24 കൊല്ലം. 24 റൗണ്ടപ്പിലേക്ക് തിരികെ ഇനി ശബരിമല വാർത്തകളിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനിടെ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് എണ്ണം കൂട്ടാൻ ആലോചന. 70,000-ൽ നിന്ന് 80,000-ആക്കി ഉയർത്താനാണ് ആലോചന. സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിലും കൂടുതൽ തീർത്ഥാടകരും ആശ്രയിക്കുന്നത് വെർച്വൽ ക്യൂ ബുക്കിംഗിനെയാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെ 80,000 പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ 10,000 പേർക്കും ഉൾപ്പെടെ ദിവസവും 90,000 പേർക്ക് ദർശനം അനുവദിക്കാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്നാൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം വെർച്വൽ ക്യൂ ബുക്കിംഗ് ദേവസ്വം ബോർഡ് 70,000-ആയി നിജപ്പെടുത്തി. ഈ നടപടിക്കെതിരെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഒരാഴ്ച മുമ്പ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. വെർച്വൽ ക്യൂ വഴി മുഖേന പ്രതിദിനം ബുക്ക് ചെയ്യുന്ന 70,000 തീർത്ഥാടകരിൽ 20% പേർ എത്താതിരിക്കുകയും ഓൺലൈൻ മുഖേന പുതുതായി ബുക്ക് ചെയ്യുന്നവർക്ക് സ്ലോട്ട് ലഭിക്കാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. 12 വിളക്കിനോടനുബന്ധിച്ച തീർത്ഥാടകരുടെ വരവിൽ കാര്യമായ വർധനവുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും പരാതികൾ ഉയർന്നാൽ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലുണ്ടാകാനും സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് 80,000-ആക്കി ഉയർത്താനുള്ള നീക്കം. 24 സന്നിധാനം. കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനെത്തിച്ച 2 ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു. സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെ കടലിൽ ചിത്രീകരണം നടത്തിയതിനാണ് നടപടി. ഷൂട്ടിംഗ് സംഘത്തിൽ നിന്ന് പിഴ ഈടാക്കാനാണ് ഫിഷറീസ് വകുപ്പിന്റെ തീരുമാനം. ചെല്ലാനത്തിന് സമീപം പുറംകടലിൽ തെലുങ്ക് സിനിമ ചിത്രീകരണം നടത്തിയിരുന്ന 2 ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. ചെല്ലാനത്ത് ഹാർബറിൽ ഷൂട്ട് ചെയ്യാനാണ് ഇവർ അനുമതി വാങ്ങിയത്. എന്നാൽ ഈ ബോട്ടുമായി ഉൾക്കടലിലേക്ക് പോയി. ഇതറിഞ്ഞാണ് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ബോട്ട് പിടിച്ചെടുത്തത്. ബോട്ടുകൾക്ക് പെർമിറ്റും ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രകാരം നോട്ടിഫൈഡ് രജിസ്ട്രാറാണ്, ഫിഷിംഗ് ബോട്ടുകൾ നോട്ടിഫൈഡ് രജിസ്ട്രാറാണ് നമ്മുടെ ഓഫീസ്. അത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് നമ്മൾ. ഈ 2 ബോട്ടുകളും കൃത്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ പെർമിറ്റോ ഫിഷിംഗ് ലൈസൻസോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രാഥമിക പരിശോധന നമുക്ക് അറിയാൻ കഴിയുന്നത് അവർ ചെല്ലാനം ഹാർബറിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ബോട്ടിലേക്ക് ചെല്ലാനം ഹാർബറിൽ നിന്ന് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഷൂട്ടിംഗ് സംഘത്തിന്റെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് നടപടിയെന്ന് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗവും ഫിഷറീസ് വകുപ്പും പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ ഡ്രിൽ നടക്കുന്നതിനാൽ പുറംകടലിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു. 24 കൊച്ചി. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഗോത്രവർഗ സംഘടനകൾ. മുഖ്യമന്ത്രിയുടെയും MLA-മാരുടെയും വീടുകൾക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. ഇന്റർനെറ്റ് നിരോധനം 3 ദിവസത്തേക്ക് കൂടി നീട്ടി. ഇംഫാലിലെ 4 മേഖലകളിൽ രാവിലെ 5 മണി മുതൽ 10 മണി വരെ കർഫ്യൂവിന് ഇളവ് പ്രഖ്യാപിച്ചു. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ നിരവധി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ആക്രമണങ്ങളിൽ വീട് നഷ്ടമായവരും തിരികെ മടങ്ങിപ്പോകാൻ കഴിയാത്തവരുമൊക്കെയായി ചുരാചന്ദ്പൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 700-ൽ അധികം ആളുകളുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. മണിപ്പൂരിൽ നിന്ന് വിനീത വിജിയും ജിജീന്ദ്രനും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
സമയം ഇങ്ങനെ രാത്രിയാണ്. ഞാനിപ്പോൾ ഉള്ളത് മണിപ്പൂർ ചുരാചന്ദ്പൂരിലുള്ളൊരു ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇതൊരു യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിംഗ് ആണ്, കെട്ടിടമാണെന്നാണ് അവർ പറയുന്നത്. ഏതാണ്ട് 700ഓളം ആളുകളാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. ചുരാചന്ദ്പൂരിലെ ഏറ്റവും വലിയ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് ഇവിടെ. ഇത് സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ഒരു വലിയ ഹാളാണ്. ഇങ്ങനെ ചെറിയ ഒരു മുറികൾ പോലെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ളവരൊക്കെ കഴിയുന്നത്. ഇതിനുള്ളിൽ തന്നെയാണ് ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള സൗകര്യമൊക്കെ ഇതിനുള്ളിലാണ് ഉള്ളത്. കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇങ്ങനെ വലിയ ഹാളാണ്. ഇങ്ങനെ ചെറിയ ചെറിയ മുറികൾ പോലെ ഇങ്ങനെ തിരിച്ച് ഇവിടെയാണ് ഈ ഓരോ കുടുംബങ്ങളും കഴിയുന്നത്. ഇവർക്ക് മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതിനുള്ള സംവിധാനമൊക്കെ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദീദി ആവോ ये कैसे चल रहे हैं आपका लाइफ इधर से? ठीक है। हाँ, बाहर तो थोड़ा घूमना फिरना थोड़ा प्रॉब्लम है ना, अभी बाहर नहीं जा सकता है दूर दूर तक ना, ऐसे इधर आसपास तो घूम सकते हैं, थोड़ा दूर नहीं जा सकते। फूड वाटर इज अवेलेबल देयर? हाँ हाँ हाँ, मिलता है सब। हो गया आपका डिनर? हो गया? हाँ हो गया मेरा तो। क्या आपका मांग क्या है इधर से? मेरा मांग तो सब यही है कि हमारा लैंड ना क्योंकि लैंड सेपरेट एडमिनिस्ट्रेशन दे दिया जाए, बस यही हमारा मांग है गवर्नमेंट की तरफ से, और कुछ नहीं चाहिए, लैंड चाहिए। आपका घर में कब जाना? मेरा घर में तो अभी नहीं बता सकते क्योंकि मेरा घर में तो पूरा कब्जा कर लिया है ना मैते लोग ने, इसलिए अभी तो नहीं जा सकते। जब तक हालत सही नहीं होगा हम नहीं जा पाएंगे, ये कहना चाहिए। व्हाट इज योर डिमांड? मेरा डिमांड तो वही है, सेपरेट एडमिनिस्ट्रेशन चाहिए बस, और कुछ नहीं, मेरा को वही चाहिए। വിവിധ ആവശ്യങ്ങളൊക്കെയാണ് അവർ ഇവിടെ നിന്ന് ഉന്നയിക്കുന്നത്. ഏതാണ്ട് 700ഓളം ആളുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇങ്ങനെ കഴിയുകയാണ്. ഇവരുടെ വീടുകൾക്കൊക്കെ നേരെ തന്നെ ആക്രമണങ്ങൾ ഉണ്ടായി. തുടർന്ന് സുരക്ഷാ നടപടിയൊക്കെ ഭാഗമായാണ് ഇവർ ഈ ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ എത്തിച്ചിരിക്കുന്നത്. എന്ന് വീട്ടിലേക്ക് പോകാൻ കഴിയും എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് ഉറപ്പില്ലെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ചുരാചന്ദ്പൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ക്യാമറമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി, 24 റൗണ്ടപ്പിലേക്ക് എത്തിയിരിക്കുക. ആവേശത്തിൽ ആരാധകർ. കാത്തിരിപ്പിനൊടുവിൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരുന്നു. അടുത്ത വർഷം തിരുവനന്തപുരത്തോ കൊച്ചിയിലോ സൗഹൃദ മത്സരം നടത്താനാണ് ആലോചനയെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. അർജന്റീനയുടെ ഔദ്യോഗിക സംഘം 1.5 മാസത്തിനുള്ളിൽ കേരളത്തിലെത്തും. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമം. മലയാള മണ്ണിൽ പന്ത് തട്ടാൻ ഫുട്ബോൾ മിശിഹയും കൂട്ടരും എത്തുന്നു. അടുത്ത വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാകും മത്സരം നടത്തുക. മത്സര തീയതി AFA പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു. ചെലവ് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസും വ്യാപാരി വ്യവസായ സമിതിയും വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക. സർക്കാരുമായി സംയുക്തമായി അർജന്റീന ടീമുമായിട്ടാണ് നമ്മളിതിന് പ്രഖ്യാപിക്കേണ്ടത് ഡേറ്റ്. അപ്പോൾ തീയതി അവർ വന്നതിന് ശേഷം അവർ പ്രഖ്യാപിക്കും. അർജന്റീനൻ ദേശീയ ഫുട്ബോൾ ടീം കേരളത്തിലെത്തിയാൽ എതിരാളികൾ മറ്റൊരു വിദേശ ടീമാകും. തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിരിക്കും മത്സരങ്ങൾ നടക്കുക. ലോക ചാമ്പ്യന്മാരായ അർജന്റീനൻ ടീമിന്റെ ഒരു മത്സരത്തിന്റെ ഫീ 32 മുതൽ 40 കോടി രൂപ വരെയാണ്. ഇതാണ് 2023 അർജന്റീനയുടെ ദക്ഷിണേഷ്യൻ പര്യടനത്തിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടും മത്സരം നടക്കാതിരുന്നതിന് കാരണം. അർജന്റീനൻ ടീം കേരളത്തിൽ വന്ന് കളിച്ച് മടങ്ങാൻ മൊത്തം 100 കോടിയിലധികം ചെലവ് വരുമെന്നാണ് റിപ്പോർട്ട്. 24 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ 24 റൗണ്ട് പൂർത്തിയാവുകയാണ്.